ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസ് ആയാലും ചുരിദാർ ആയാലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ സെൻറ്റർ ഭാഗവും, അതായത് രണ്ട് ക്ലോത്തും കൂടി ജോയിൻ്റ് ചെയ്ത ആ സെൻറ്റർ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഒപ്പം വരണമല്ലോ, എന്നാലല്ലേ സ്ലീവ് ഇടുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ അവിടെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ആ കൈക്കുഴി വരെ ഇതേപോലെ വെച്ച് നോക്കിയിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഞാനിപ്പോൾ പറയുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്ലീവിൽ ഒരു അരയിഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ടാവുമല്ലോ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരുന്ന പോലെ ശ്രദ്ധിക്കുക, തിരിഞ്ഞു പോരുത്. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ജോയിൻ്റ് വരുന്നവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് നമ്മൾ കുറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക കേട്ടോ. നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് വിടുന്ന ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക. നമ്മളെപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവ് ഒരിക്കലും വലിക്കരുത്. താഴെയുള്ള ബോഡി പോർഷൻ ചെറുതായിട്ട് വലിച്ചാലും സ്ലീവ് ഒരിക്കലും വലിക്കരുത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലീവിനെക്കാട്ടിലും ബോഡി പോർഷൻ ചെറുതായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ചുളിവില്ലാതെ കിട്ടും. നമ്മൾ ഈ ഷോൾഡറും സ്ലീവും കൂടി ജോയിൻ ചെയ്യുന്നവിടെ നല്ല ചുളിവില്ലാതെ കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ കെട്ടിട്ട് നിർത്തി അവിടെ നിന്ന് ഇതേപോലെ ആ കൈക്കുഴിയുടെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സെൻറ്റർ വരുന്നുണ്ടല്ലോ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് അതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ സ്ലീവ്, അതേപോലെ തന്നെ ഇവിടെയും സ്ലീവ് വലിക്കാതെ ലാസ്റ്റ് വരെ, അതായത് കാം ഹോളിൻ്റെ ലാസ്റ്റ് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ അതിൽ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ഇതേപോലെ തിരിച്ചിട്ട് പിന്നെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൽ കൂടെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം വരുമ്പോൾ അവിടെ കെട്ടിട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുക, ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഷോൾഡറിൻ്റെ ലൈനും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.